നമസ്കാരം. പറക്കാൻ മോഹിച്ച പെൺകുട്ടി 1. കടുത്ത വേനൽക്കാലമായാൽ മോൻറ്റോയുടെ വീട്ടുകാർ അന്തിയുറങ്ങാൻ കിടന്നിരുന്നത് വീടിൻ്റെ ടെറസിലാണ്. എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങിയാലും മോൻറ്റോ ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങളെ നോക്കി മിഴിച്ചു കിടക്കും. അവൾക്ക് ആകാശത്തോടും നക്ഷത്രക്കൂട്ടങ്ങളോടും അത്ര വലിയ ഇഷ്ടമായിരുന്നു. മോൻറ്റോ എന്നത് അവളുടെ ചെല്ലപ്പേരാണ്. യഥാർത്ഥ പേര് കൽപ്പന എന്നായിരുന്നു. ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്തായിരുന്നു കൽപ്പനയുടെ വീട്. സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ഈ മനോഹരമായ പേര് മോൻറ്റോക്ക് കിട്ടിയത്. സ്കൂളിൽ ചേർക്കാൻ അവളെ കൂട്ടിക്കൊണ്ടുപോയത് സ്വന്തം അമ്മായിയാണ്. പ്രവേശന രജിസ്റ്ററിൽ എന്തു പേരാണ് ചേർക്കേണ്ടതെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ അമ്മായിയോട് ചോദിച്ചു. അവർ പറഞ്ഞു, എൻ്റെ മനസ്സിൽ 3 പേരുകളുണ്ട്. അതിൽ ഒരു പേര് അങ്ങ് തന്നെ തിരഞ്ഞെടുത്തോളൂ. എന്തൊക്കെ പേരുകളാണ് മനസ്സിലുള്ളത്? കേൾക്കട്ടെ. പ്രിൻസിപ്പാൾ ഒരു ചെറുചിരിയോടെ അമ്മായിയുടെ മുഖത്തേക്ക് നോക്കി. ജോത്സ്യന, കൽപ്പന, സുനൈന എന്നിങ്ങനെ 3 പേരുകളാണ് എൻ്റെ മനസ്സിലുള്ളത്, അവർ അറിയിച്ചു. അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, എങ്കിൽ മോൻറ്റോ തന്നെ ഈ കൂട്ടത്തിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു പേര് തിരഞ്ഞെടുക്കട്ടെ. ഒട്ടും സംശയമില്ലാതെ അവൾ കൽപ്പന എന്ന പേര് തിരഞ്ഞെടുത്തു. അങ്ങനെ മോൻറ്റോ എന്ന ചെല്ലപ്പേരുകാരി കൽപ്പന എന്ന സ്കൂൾ കുട്ടിയായി മാറി. കർണാലിൽ 1962 മാർച്ച് 17-നാണ് കൽപ്പന ജനിച്ചത്. അച്ഛൻ്റെ പേര് ബനാറസിലാൽ ചൗളയെന്നും അമ്മയുടെ പേര് സാൻ ജ്യോതി എന്നുമായിരുന്നു. പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് അനാവശ്യമാണെന്ന് കരുതിയിരുന്ന ഒരു സമൂഹമായിരുന്നു അവരുടേത്. എങ്കിലും മകളെ നല്ല നിലയിൽ പഠിപ്പിക്കണമെന്നായിരുന്നു ആ മാതാപിതാക്കളുടെ ആഗ്രഹം. കർണാലിൽ ടാഗോർ ബാൽ നികേതൻ എന്ന പ്രശസ്ത വിദ്യാലയത്തിലാണ് കൽപ്പനയെ പഠിപ്പിച്ചത്. പഠിക്കുന്ന കാലത്തൊക്കെ പേപ്പർ വിമാനങ്ങൾ ഉണ്ടാക്കി പറത്തുന്നതായിരുന്നു അവളുടെ വിനോദം. കൽപ്പനയ്ക്ക് പഠിപ്പിനേക്കാൾ ഇഷ്ടം പേപ്പർ വിമാനങ്ങൾ പറപ്പിക്കുന്നതിലാണ്. ഇടയ്ക്ക് അവളെ ഒന്ന് ഉപദേശിക്കണം. അധ്യാപകർ കൽപ്പനയുടെ അച്ഛനോട് പലപ്പോഴും ഇങ്ങനെ പരാതി പറയാറുണ്ടായിരുന്നു. അച്ഛനമ്മമാർ പലപ്പോഴും ഉപദേശിച്ചെങ്കിലും അവളുടെ പേപ്പർ വിമാന ഭ്രമത്തെയും ആകാശ നിരീക്ഷണത്തെയും നിരുത്സാഹപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. അവളുടെ സ്വപ്നങ്ങളിൽ ആകാശവും നക്ഷത്രങ്ങളും വിമാനങ്ങളുമായിരുന്നു. ഒരു ദിവസം കൽപ്പന അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് പറക്കണം. വിമാനത്തിലേറി ആകാശത്തൂടെ പറക്കണം. എടി പൊട്ടിപ്പെണ്ണേ, അതൊക്കെ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ? അച്ഛൻ അവളുടെ ചെവിയിൽ ഒരു നുള്ളു കൊടുത്തു. എങ്കിലും ഇക്കാര്യം പറഞ്ഞ് പലപ്പോഴും അവർ തൻ്റെ മാതാപിതാക്കളെ അലട്ടിക്കൊണ്ടിരുന്നു. മകളുടെ നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ അച്ഛൻ ഒരു ദിവസം കൽപ്പനയെയും അവളുടെ അനുജത്തിയെയും തൻ്റെ സൈക്കിളിൽ ഇരുത്തി അവിടെയുള്ള ഏവിയേഷൻ ക്ലബിലേക്ക് കൊണ്ടുപോയി. കൽപ്പനയുടെ വീടിന് സമീപത്ത് തന്നെയാണ് കർണാൽ ഏവിയേഷൻ ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നത്. അവിടെ എത്തിയ ആ കുസൃതിക്കാരി പെൺകുട്ടി അവിടുത്തെ ഓഫീസറോട് വിമാനങ്ങളെക്കുറിച്ച് നിർത്താതെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. വിമാനത്തോടുള്ള കൽപ്പനയുടെ അമിത താല്പര്യം ഓഫീസറെ അത്ഭുതപ്പെടുത്തി. കുട്ടി, ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ വിമാനത്തിൽ കയറ്റി അല്പനേരം പറപ്പിക്കാം. എന്താ, നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്കൊട്ടും പേടിയില്ല. എത്ര നേരം പറക്കുന്നതും എനിക്കിഷ്ടമാണ്, അവൾ അറിയിച്ചു. താമസിയാതെ ഓഫീസർ ഒരു കൊച്ചു വിമാനത്തിൽ കൽപ്പനയെ കയറ്റി അവിടെയൊക്കെ ഒന്ന് വട്ടം കറക്കി. കൽപ്പനയുടെ ജീവിതത്തിലെ ആദ്യത്തെ ആകാശയാത്രയായിരുന്നു അത്. ഈ കുട്ടിയാണ് പിൽക്കാലത്ത് ഭാരതത്തിൻ്റെ ബഹിരാകാശ വനിതയായി മാറിയ കൽപ്പന ചൗള. കൂടുതൽ ഉയരത്തിൽ പറക്കണമെന്നായിരുന്നു കൽപ്പനയുടെ അഭിലാഷം. സ്കൂൾ പഠനത്തിനു ശേഷം കൽപ്പന പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേർന്നു. ഈ കോഴ്സിന് പഠിക്കാനുണ്ടായിരുന്ന
ഏക പെൺകുട്ടി കൽപ്പന ചൗള മാത്രമായിരുന്നു. 3ാം റാങ്കോടെ പഠനം പൂർത്തിയാക്കിയ അവൾ ഉപരിപഠനത്തിനായി പിന്നീട് അമേരിക്കയിലേക്ക് പോയി. 1997 നവംബർ 19-നായിരുന്നു കൽപ്പന ചൗളയുടെ ആദ്യ ബഹിരാകാശ യാത്ര. കൊളംബസ് എന്ന ബഹിരാകാശ വാഹനത്തിലായിരുന്നു അന്നവൾ സഞ്ചരിച്ചത്. ആ കന്നി യാത്ര വലിയ വിജയമായിരുന്നു. 2003 കൽപ്പനയുടെ 2ാം യാത്രയും കൊളംബിയയിൽ തന്നെയായിരുന്നു. 2 ബഹിരാകാശ ദൗത്യങ്ങളിലുമായി 31 ദിവസം 14 മണിക്കൂർ 54 മിനിറ്റാണ് കൽപ്പന ബഹിരാകാശത്ത് ചെലവഴിച്ചത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, 2ാമത്തെ ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിലേക്ക് മടക്കുന്നതിനിടയിൽ 2003 ഫെബ്രുവരി 1 ബഹിരാകാശ വാഹനം തകർന്ന് കൽപ്പന ഉൾപ്പെടെ 7 പേർ മരണപ്പെട്ടു. എങ്കിലും ഭാരതത്തിലെ ബഹിരാകാശ ഗവേഷകർ സാഹസികയായ ആ പെൺകുട്ടിയെ മറന്നില്ല. അവളോടൊപ്പമുള്ള ബഹുമാനാർത്ഥം പിന്നീടുള്ള ബഹിരാകാശ പേടകത്തിന് കൽപ്പന 1 എന്നാണ് പേരു നൽകിയത്. ഭാരതത്തിലെ ആകാശ സഞ്ചാരികളുടെ മനസ്സിൽ കൽപ്പന ചൗള ഇന്നും ഒരു അഗ്നി നക്ഷത്രമായി ജ്വലിച്ചു നിൽക്കുന്നു. എന്നും അങ്ങനെ തന്നെ നിൽക്കട്ടെ.